നല്ല മഴയും നല്ല തണുപ്പുമുള്ള ഈ ഒരു കർക്കിടക മാസത്തിൽ ഒരു നാടൻ ചിക്കൻ കറി കുരുമുളകും ഗരം മസാലയും വളരെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് വെക്കുന്ന ഒരു നാടൻ ചിക്കൻ കറി അതിനോടൊപ്പം തന്നെ കൂട്ടി കഴിക്കാൻ ഒരു റൊട്ടിയും കൂടെ ചേർന്നാലോ ഗംഭീരമായി. എന്നാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം ഒരു നാടൻ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഇത് നോക്കൂ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നാടൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയാണ്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ അതിലേക്ക് ഉപ്പും 1 സ്പൂൺ ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ അതിനോട് ചേർക്കാൻ ഇത് കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 സവോള നന്നായിട്ട് കുനുകുന അരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തക്കാളി, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി ഞാൻ മുറിച്ചിട്ടില്ല, അത് ഇത്തിരി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കണം. ഒന്നൊന്ന് ചതയ്ക്കാൻ മാത്രം മതി കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ചിക്കൻ കറിയിൽ ചേർക്കാനുള്ളതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് എടുക്കുക. അതാണ് നമ്മുടെ ചിക്കൻ കറിയിൽ ചേർക്കാനുള്ള ഇത്. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഗരം മസാലയാണ്, അതായത് മുളക് പൊടി, ചുമന്ന മുളക് പൊടി ചേർക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഞാനിതാ ചീനച്ചട്ടിയിൽ സാധാ അടുപ്പിലിതാ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ 1.5 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കടുകിട്ടു, 2 വറ്റൽമുളകാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ. അതുപോലെ തന്നെ വേവ് കൂടുതലുള്ള ആദ്യം തന്നെ ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത്. ഇഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ. വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വെളുത്തുള്ളി ഇടുന്നത്. ഇത് ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ. കണ്ടില്ലേ, നല്ല വെളിച്ചെണ്ണ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാവേ. അതുപോലെ തന്നെ ഇവിടെ ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് ഒന്ന് ഡ്രൈ വന്നോട്ടെ. ഇനി നമുക്ക് എല്ലാം ഒരുവിധം നന്നായിട്ട് ഒരുപോലെ ആയതുകൊണ്ട് തന്നെ സവോളയും ഒക്കെ ഇടുന്നുണ്ട്. സവോളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമ്മുടെ തക്കാളി ഇടുന്നുണ്ട്. തക്കാളിയും ഇട്ടു. ഇനിയിപ്പം എല്ലാം ഒരുവിധം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മെയിനായിട്ടുള്ളത് കറിവേപ്പിലും ചേർത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ളത് നമ്മുടെ ഒരു ചെറിയുള്ളിയാണ്. ഈ ചെറിയുള്ളി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇടുന്നതാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഈ ചെറിയുള്ളിയും കൂടെ ഇടുക. അപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല ഒരു ഇതാണ് ചിക്കൻ കറിക്ക് തരുന്നത്. ചെറിയുള്ളി ഒരു പേസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഒന്ന് ചതക്കിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് റെഡി ആവട്ടെ. ഇനിയൊന്ന് നമുക്കൊന്ന് പതുക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാം നന്നായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഈ ഒരു സമയത്ത് ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എണ്ണയെ ഒഴിക്കുന്നില്ല. ഈ ഒരു എണ്ണയിലാണ് നമ്മളെല്ലാം ഇത് വഴറ്റിയെടുക്കുന്നത്. നോക്കൂ, സാധാ അടുപ്പിലാണ്, വിറകടുപ്പിലാണ് ഇത് വെക്കുന്നത്. ഇത് കണ്ടില്ലേ, സാധാ മറ്റുള്ള ഗ്യാസിലൊക്കെ. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും നമ്മൾ ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലയും 2 സ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതാക്കുക. നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ അതാ ഇടുകയാണ്. നമ്മുടെ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതാ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിക്കനിൽ ഉപ്പും ഗരം മസാല 1 സ്പൂണും അതുപോലെ മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്ത് അത് നമ്മൾ ഇതിലേക്ക് ഈ അരവിലേക്ക് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ തിളച്ച വെള്ളമല്ല, അതായത് ജസ്റ്റ് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ചിക്കൻ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട് ചിക്കൻ കറി. ഇനി വേണമെങ്കിൽ നമുക്ക് അടച്ച് വെക്കാം ചിക്കൻ കറി, അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് തന്നെ വേവിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അല്ലേ നല്ല. ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിൽ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. കുരുമുളക് പൊടി ഈ ഒരു ടൈമിൽ, അതായത് ചിക്കൻ ഏകദേശം പകുതി വേവാകുമ്പോഴത്തേക്കും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി അത് നന്നായിട്ട് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇനി ഇതിൽ ഒരു കണ്ടൻറ്റും നമ്മൾ ചേർക്കുന്നില്ല. ഇനി അതങ്ങ് വെന്ത് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടല്ലേ, കുരുമുളകും എല്ലാം ചേർത്ത് ഈ ഒരു ടൈമിൽ ആ ഒരു രുചി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരിപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ടുണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ്. നമുക്ക് ഈ റൊട്ടി ഇവിടെ റെഡിയാക്കി വെക്കാം.
അപ്പം നമുക്കിനി ഒന്നും കൂടി ചിക്കൻ കറി ഒന്ന് ഇളക്കി വെക്കാവേ. കണ്ടോ, ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ റൊട്ടിക്ക് കൂട്ടാൻ കുറച്ച് ചാറ് വേണ്ട, മസാല അല്ലെങ്കിൽ ഗ്രേവി ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ചാറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണോ വീട്ടിൽ ഇഷ്ടമുള്ളത് അതുപോലെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ചാറ് വേണമെങ്കിൽ ചാറായിട്ട്, ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി 2 ബോളാക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെക്കാം, ഉണ്ടകളായിട്ട്. ഇനി അത് നമുക്ക് ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ചീനച്ചട്ടി പോലത്തേലോ ഇട്ടിട്ട് നമുക്ക് പരത്തി എടുക്കുക. അതിലും നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. അപ്പം അത് ഈ ചിക്കൻ കറിയുടെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ലതാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ പ്രധാനം എന്ന് പറയുമ്പോൾ ഇതിലധികം എണ്ണ ഒന്നും ചേർത്തില്ല. ചിക്കൻ കറിയിലാണെങ്കിലും വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ റൊട്ടിയിലാണെങ്കിലും എണ്ണയെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. ഏകദേശം ചിക്കൻ ഇതാ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ ചിക്കൻ. അത് വലിയ പീസായിട്ടാണ് എടുക്കേണ്ടത്, കാരണം സാധാ അടുപ്പിലാണല്ലോ, അപ്പം നന്നായിട്ട് വെന്തോട്ടെ. അപ്പോൾ സാധാ അടുപ്പിൽ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നന്നായി വെന്ത്. അപ്പം എന്തൊരു സാധനവും നന്നായിട്ട് വേവിച്ച് കഴിക്കണം എന്നല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിക്കൻ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കണ്ടില്ല, ഈ ചിക്കനും റൊട്ടിയുമാണ് ഇതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിഥികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ. അവർക്ക് നല്ലൊരു സംതൃപ്തി ഉണ്ടാവും ഈ ഒരു ചിക്കൻ കഴിച്ചാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.